ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മീൻ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ചേട്ടൻ എവിടെയൊക്കെ പോയി കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചാളയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മഴയൊക്കെ ഒന്ന് തോന്നി നിൽക്കുകയാണ്, കുറച്ച് വെയിലൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇന്ന് ചെടി നടാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ചെടി നടാൻ പറ്റിയ സമയമാണല്ലോ, പ്രത്യേകിച്ച് നല്ല മഴയൊക്കെ ഉണ്ട്, മണ്ണൊക്കെ ആയാലും നല്ല പദമുള്ള സമയമാണ്. അപ്പോൾ ഞാനൊരു ചെടി കുറേ നാളായിട്ട് ഇങ്ങനെ പിരിച്ച് നടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അതങ്ങ് നട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് കുറേ ചെടികളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. നമ്മുടെ ഈ പെറ്റൂണിയൊക്കെയൊന്നും വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ ഇന്ന് മാറ്റി നടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് റെഡ് ലീഫ് ആണെന്നാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഇതിൻ്റെ പേര് അറിയില്ലായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ അതിലാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിന്ന് മാറ്റി നടാൻ പോകുന്നത്. ഇത് ഞാൻ വെയിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു ചെടിയെല്ലാം നശിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചെടിച്ചട്ടിയോട് കൂടി ഇവിടോട്ടെടുത്ത് വെച്ചതാണ്. ആ സമയത്ത് ഇവിടെ പോച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴേ മഴ പെയ്തപ്പോഴത്തേക്ക് ശരിക്കും പോച്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ആരെങ്കിലും വിളിച്ചൊക്കെ പറിക്കണം. കാരണം ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയല്ലേ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ആണ് കേട്ടോ. കാരണം നമ്മളിത് വരിക്കൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളറെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കളറാണ്. കാരണം ഇതിന് കൂടുതൽ വെയിലൊന്നും വേണ്ട. വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ കളർ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു വർഷത്തോളമാവും ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഈ ഒരു പ്ലാന്റ്സ് നട്ട് വെച്ചിട്ട്. പക്ഷേ ആ ചട്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗിക്ക് തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കേടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെ മണ്ണൊക്കെ എടുത്തു കേട്ടോ. മണ്ണൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേ ശരിക്കും പറഞ്ഞാൽ തളർന്നു പോയി. കാരണം കുറേ നേരത്തെ പണിവെട്ടാണ് കേട്ടോ ഈ ഒരു ചട്ടിയിൽ ഞാൻ മണ്ണ് നിറച്ചത്. അങ്ങനെ എല്ലാ ചട്ടിയിലും ഞാൻ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഓരോ ഇലയായിട്ട് വെട്ടി എടുത്തിട്ട് അത് ഓരോന്നായിട്ട് ഇങ്ങനെ നടണം കേട്ടോ. നമ്മൾ എപ്പോഴും എത്രത്തോളം അടുക്കി നടാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ലത്. അപ്പോഴത്തേക്കും ദേ അവിടെ ഒരു ഒച്ച് വന്നു. ഒച്ചിനെ ഞാൻ എടുത്തുകൊണ്ട് കളയാണ് കേട്ടോ. അപ്പോൾ കല്ലൂസിന് ഒച്ചിനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള ജീവികളെയൊന്നും അധികം വലിയതായിട്ട് പേടിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതിനെയൊക്കെ എടുത്തുകൊണ്ട് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും ചെടിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ എനിക്കിത് ഇത്രയും കുഞ്ഞു കുഞ്ഞു തൈകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ഉള്ള സീസൺ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല കളറിൽ തന്നെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ എൻ്റെ വീഡിയോകൾ കാണുന്നവർക്കറിയാം, ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പഴയ വീഡിയോയിലുണ്ട്. അപ്പോൾ ഞാനിത് അന്ന് 4 ചട്ടിയിലാക്കിയായിരുന്നു നട്ടത്. അത് നല്ല ബുഷിക്ക് വളർന്നു വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഉണക്കായപ്പോഴത്തേക്കും ഇത് പ്രത്യേകിച്ചും വെള്ളമൊക്കെ ഒഴിക്കാണ്ടില്ലാതെയൊക്കെ വന്നപ്പോഴത്തേക്കും ഇത് ഒരുമാതിരിയൊക്കെ ആയിപ്പോയപ്പോഴാണ് ഞാനെടുത്ത് മാറ്റിയത്. പക്ഷേ ഇനി ഇതിനകത്ത് ഇങ്ങനെ ഒരു 2-3 ചട്ടികളിലേക്ക് ആക്കി വെക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇത് വളർന്നു വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി നടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിത് വേറെ എവിടെയെങ്കിലും നല്ല വരിക്കൊരു മതിൽ പോലെയൊക്കെ നടണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എല്ലാം ഒരുവിധം നശിച്ചൊക്കെ പോയി അതിൻ്റെ ബാലൻസ് നിന്നതെന്നാണ് എനിക്ക് ഇത്രയും ഒരു പ്ലാന്റ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതാണ്ട് 3 ചട്ടിയിലൊക്കെ ഒപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു ചട്ടി ബാലൻസ് വന്നിട്ടുണ്ട്. അത് വേറെ ഏതെങ്കിലും ചെടികൾ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ. അപ്പോൾ ഇനി ഇത് വളർന്നു വരുമ്പോൾ എന്ത് രസമായിരിക്കും എന്നറിയാമല്ലോ. മിക്ക വീടുകളിലും ഈ ചെടി കാണും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്.